ഹായ്, നമുക്ക് ഓരോ ട്രിപ്പും കുറേ മെമ്മറീസ് തരും അല്ലേ. എൻ്റെ ട്രിപ്പ് പാർട്ട്ണർ എൻ്റെ അമ്മയാണ്. ഞാനും അമ്മയാണ് ഒരുവിധ സ്ഥലത്തൊക്കെ ഒരുമിച്ചിട്ട് പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് കംഫർട്ടബിൾ പാർട്ട്ണർ എന്ന് പറയുമ്പോഴും അമ്മ തന്നെയാണ്. കാരണം ഞാനും അമ്മയാണ് മോസ്റ്റ്ലി എപ്പോഴും ഓരോ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ യാത്ര വരുന്നത് മധുരയിലേക്കാണ്. മധുരൈ മീനാക്ഷി സുന്ദരേശ്വര ടെമ്പിളിലും പോകണം. കൂട്ടത്തിൽ എൻ്റെ കസിൻസ് അവിടെയുണ്ട്. ബാബുവേട്ടനും ഐശ്വര്യേച്ചിയും അവരുടെ ഫാമിലിയും ഒക്കെ. അവരെയൊക്കെ മീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ഒരുപാട് ഇയേഴ്സിന് ശേഷമാണ് അവരെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. കാരണം അവർ ബാബുവേട്ടനാണെങ്കിൽ ഡോക്ടറാണ്. പുള്ളിക്ക് ലീവ് എടുത്തിട്ട് ഇപ്പം ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പം 3-4 ഡേയ്സ് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പുള്ളി നാട്ടിലേക്ക് വരാറൊക്കെ കുറവാണ്. ചേച്ചി ആണെങ്കിലും ഇപ്പോൾ കുറേയായി നാട്ടിൽ വന്നിട്ട് ഓരോ ബിസി ആയിട്ട്. അങ്ങനെ ഞാൻ ബാബുവേട്ടൻ്റെ വീട്ടിലൊക്കെ എത്തി. എനിക്ക് തമിഴ് കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ഇടുന്ന പോലെ കുപ്പിവള ഇടാനും മുല്ലപ്പൂ വയ്ക്കാനും വലിയ മൂക്കുത്തിയും പാദസരമൊക്കെ ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ പോയിട്ട് നോക്കുമ്പം അവരെ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് മിങ്കിളായി. ഒരുപാട് വർഷമായി അവരെയൊന്നും കാണാത്തതെന്നുള്ള ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും കാണുന്ന പോലെ തന്നെ ഉണ്ടായത്. എൻ്റെ അച്ഛനെ പോലെയൊക്കെ ഉണ്ട് ബാബുവേട്ടൻ്റെ ചായ വന്നിട്ട്. അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ് ബാബുവേട്ടൻ. അപ്പോൾ നമ്മൾ അവിടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഫാമിലിയിൽ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഏട്ടൻ്റെ വൈഫ്, മക്കൾ, ഏട്ടൻ്റെ വൈഫിൻ്റെ അമ്മ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏച്ചി ഒക്കെ മിസ് ചെയ്തു. മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. അതുപോലെ തന്നെ വലിയ ബാഗ്, ചപ്പലൊന്നും അലൗഡ് അല്ല. എല്ലാം നമ്മൾ പുറത്ത് വയ്ക്കേണ്ട വന്നു. അതുകൊണ്ട് അമ്പലത്തിൽ നിന്നുള്ള ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടില്ല എന്നല്ല, എടുക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടുന്ന് വേറെ ഫോട്ടോഗ്രാഫർ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ വേറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഫോണൊക്കെ പുറത്താണല്ലോ. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇറങ്ങി നടന്നു. കുപ്പിവള വാങ്ങിക്കാനും അതിനും ഇതിനൊക്കെ, പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ. എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം നമ്മൾ മെമ്മറീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ അധികവും മറന്നുപോകും. ഞാനും മറന്നുപോയി വീഡിയോസ് പലപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത വീഡിയോസ് ഞാൻ ഇതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഏട്ടത്തിയുടെ അമ്മ. അവരെനിക്ക് തിരിച്ചു വരുന്ന സമയത്ത് എനിക്കും അമ്മയ്ക്കും സാരിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ തമിഴ് സാരി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടുത്തെ വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടുത്തെ മീൽസ് ഫേമസ് ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എങ്കിൽ ടിപ്പിക്കൽ കേരള ഫുഡ് കഴിച്ച് എനിക്ക് ഫുഡ് അങ്ങനെ വലിയ ഇഷ്ടമായൊന്നുമില്ല. കാരണം നമ്മുടെ സാമ്പാർ, നമ്മുടെ പച്ചടി, നമ്മുടെ വറവ് ആ ഒരു രീതിയിലൊന്നും അല്ലല്ലോ അവരുടെ ഫുഡ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവരുടെ ഫുഡ് വേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ചേട്ടന് കുറേ ഒറിജിനൽ മാസ്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴും അവിടുത്തെ ഒറിജിനൽ മാസ്ക് കളക്ട് ചെയ്തിട്ട് വരും ചേട്ടൻ എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചു. ആ വീടിൻ്റെ ചെറിയ ചെറിയ പാർട്സിൽ വീഡിയോസ് എടുത്തു വെച്ചു. പിന്നെ ചേട്ടൻ്റെ പെറ്റുണ്ട് ബ്രൂണോ. അവനും ഞാനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു പട്ടിക്കുട്ടീനെ പോലെ തന്നെയാണ് ആ വീട്ടിലെ പാരറ്റ്. ഗ്രേ ആഫ്രിക്കൻ പാരറ്റ് എന്നാണ് അതിന് പറഞ്ഞത്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പാരറ്റാണ് അത്രേ. ഒരുപാട് വേർഡ്സൊക്കെ പറയും. പക്ഷെ അവനങ്ങനെ വേർഡ്സൊന്നും പറയാനായിട്ടില്ല. കുറേ സൗണ്ട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലെ നഖമൊക്കെ കടിച്ച് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്തു. എൻ്റെ തലയിലെ മുടിയും ക്ലിപ്പും ഒക്കെ പറിച്ചുകൊണ്ടിരുന്നു. ഞാൻ തിരിച്ചു വരാൻ നേരത്ത് അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം അവൻ അറ്റാക്ക് ചെയ്യാനുള്ള ഒരാൾ പോവുകയാണല്ലോ എന്നുള്ള വിഷമം. പിന്നെ അവിടുത്തെ ഓരോരോ ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ കയറി ജ്യൂസ് കുടിക്കാനും കരിക്ക് കുടിക്കാനും ഒക്കെ കയറി. ഓല വഴി ബുക്ക് ചെയ്യുകയാണെങ്കിലും 30 rupees എക്സ്ട്രാ കൊടുക്കണം. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഡബിളാകും. എല്ലാ നാട്ടിലെയും പോലെ അവിടെയും പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് കുറേ സമയം ഇരുന്ന് വർത്തമാനം പറഞ്ഞു ഞാനും അമ്മയും. അവിടെ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്നു കളിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് കോമൺ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും. പക്ഷേ എനിക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി കുരങ്ങനെ നടക്കുന്നു, ബാഗ് എടുത്തു പോകുന്നു, ഉപദ്രവിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അവരതിനെ വളരെ ഈസി ആയിട്ടാണ് കെയർ ചെയ്യുന്നത്. എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ അതിനെ ജസ്റ്റ് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കൊട്ടിയിട്ട് പായിപ്പിക്കുന്നൊക്കെ ഉണ്ട്. വളരെ നോർമൽ കാഴ്ചയായിരുന്നു. ഈ ട്രിപ്പ് എനിക്ക് വളരെ മെമ്മറബിളാണ്. എൻ്റെ ചേട്ടൻ്റെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ചേച്ചിയുടെ കണ്ടു, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അമ്പലത്തിലൊക്കെ പോയി.
അങ്ങനെ ഓരോ യാത്രയും ഓരോരോ നല്ല മെമ്മറീസ് ആയിരിക്കുമല്ലോ. തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് അവിടെ എല്ലാവരെയും മിസ്സ് ചെയ്തു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട്, തമിഴ്നാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കും. കണക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ നാട്ടിലൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തിരിച്ച് വരികയാണ്. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എല്ലാവരും ആക്കണം, ഫാമിലിയായിട്ട് കണക്ട് ചെയ്യണം. ഇടയ്ക്കെങ്കിലും നമ്മൾ അവരുടെ അടുത്തോ അവർ നമ്മളുടെ അടുത്തോ വന്നിട്ട് സ്റ്റേ ചെയ്യണം. എപ്പോഴും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് തന്നെയാണ് നമുക്ക് ഒരു ഹെൽപ്പിന് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എൻ്റെ ഈ ട്രിപ്പ് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. എൻ്റെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മെമ്മറിയും ആക്കിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.